വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ വളരെ വിജയമായ രീതിയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഞാൻ വ്യക്തമാക്കി ഈ ഒരു സുഹൃത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ ആശംസകൾ പറഞ്ഞു നിർത്തുകയാണ്. ശബ്ദാനപ്പെട്ട നമ്മുടെ ഈ ഗ്രാമത്തിൽ 20 വർഷത്തിന് മുമ്പാണ് ഇത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിച്ച് അതിൽ നിന്ന് കേരളം അറിയുന്ന രീതി മാറ്റിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഇതിന്റെ ഡയറക്ടർ ഡോക്ടർ ഈ നാട്ടുകാരുടെ വേണ്ടി PTA എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂള് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല കായികം കലാപരമായിട്ടും എന്തിനു പറയുന്നു ഇവിടെ എല്ലാ തരത്തിലും മികച്ച സ്ഥാപനമായി മാറ്റുവാൻ ഉയർത്തിയെടുക്കുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ തലത്തിൽ അച്ഛന് എല്ലാവിധമായ ആശംസകൾ ഒരിക്കൽ കൂടി PTA പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മലിന ചടങ്ങിന്റെ ബഹുമാന്യനെ അധ്യക്ഷൻ ദിനാഘോഷം ചെയ്ത ഫാദർ നമ്മുടെ അതുപോലെ നമ്മുടെ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പലും ടീച്ചർമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, ബഹുമാന്യരെ, ശാസ്താംകോളം എന്ന് പറയുന്ന ശുദ്ധജല തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ സ്കൂൾ 20 വർഷമായി സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥാപനം കൊടുവള്ളിയിൽ നിന്ന് വന്ന നമ്മുടെ ശാസ്താംകോട്ട വിഭാഗത്തിൽ ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിക്കുകയും കൊല്ലം ജില്ലയിൽ തന്നെ മാതൃകാപരമായ വിദ്യാഭ്യാസം കാഴ്ചവെക്കുന്ന ഒരു സ്കൂളാണ് ഇന്റർനാഷണൽ സ്കൂൾ. 25 തൊട്ട് +2 വരെ നല്ലൊരു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികളെ നല്ല ഉയർത്തി പിടിച്ച് അവർ നല്ല നിലയിലേക്ക് പോകാൻ അവർ വേണ്ടുന്ന പഠനങ്ങളും കായിക സെക്ഷനും കലാസെക്ഷനും പഠിപ്പിച്ചു കൊടുത്ത് അവരെ സമൂഹത്തിന്റെ മുഖ്യകാര്യത്തിലുള്ള നമ്മുടെ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ഇന്നത്തെ ചടങ്ങ് എല്ലാവരുടെ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വാക്കുകൾ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ വിശിഷ്ടരായ വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, കൊല്ലം സഹോദരൻ ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഗിരികുമാർ സാർ, ഇവിടെ അക്കാദമിക് ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കുര്യാക്കോസ് സാർ, ടീം അംഗങ്ങൾ, ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന സേവനം ചെയ്യുന്ന നായക ഉദ്യോഗസ്ഥരെ, പോലീസ് ഓഫീസേഴ്സ്, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, അങ്ങനെ ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ വാർഡ് മെമ്പർ ഗരാശിനി, അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ അധ്യാപകർ, അനാധ്യാപകരും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എനിക്ക് മറുപടി പറയാൻ താങ്ക്സ് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പറഞ്ഞ പക്ഷേ സമയം പഠിക്കുന്നത് നിശ്ചയമാണ്. കുട്ടികളെ 12 വിടാവുന്നത് 12 എത്താനാണ് നമുക്ക് ഈ നിൽക്കാനായിട്ട് സമയം. ജീവിതത്തിൽ നന്ദി എന്ന 2 വാക്കിന്റെ അർത്ഥം അത് പ്രവർത്തിച്ച് കാണിക്കുകയാണെന്നാണ്. താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്.
ഹൃദയം കാണിക്കുന്നതാണ്, ഹൃദയം കൊടുക്കുന്നതാണ്, ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി സ്പന്ദിക്കുമ്പോൾ, തുടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികള്, അതിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങള്, അതിൽ നിന്നുണ്ടാകുന്ന വിവേചനങ്ങൾ, അതാണ് യഥാർത്ഥമായ നന്ദി. നിങ്ങളെല്ലാവരും കത്തോലിക്ക പാപത്തിന് വളരെ പുണ്യന്മാരുടെ പേര് നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാവരും ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പലരെ വിട്ടുപോകും. മറ്റു സ്കൂളിൽ നിന്ന് സ്മിതയെ പോലുള്ള ലീവ് എടുത്തുകൊണ്ട് പ്രിൻസിപ്പൽമാരുണ്ട്, മറ്റു പലരുണ്ട്, സുഹൃത്തുക്കളെ സ്നേഹിതരെ എല്ലാവരും ഉണ്ട്. എന്റെ വിധാനങ്ങൾ എത്തിയിട്ടുണ്ട്, അധ്യാപകരെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കില് ഹൃദയം കൊണ്ട് എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ അധ്യാപകരെയും അഡ്മിനിസ്ട്രേറ്ററെയും ടീമംഗങ്ങളെയും ഏവരെയും ഹാർദവമായി അനുമോദിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ച പരിപാടികൾ ഏറ്റവും വിജയകരമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.